السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി വൈഭവം കൊണ്ട് ഓരോ കാലഘട്ടത്തിലും അവൻ്റെ ജീവിത കാര്യങ്ങൾ സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി വിവിധ കണ്ടുപിടുത്തങ്ങൾ നടത്തി അതിലൂടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾ ആദ്യ കാലം മുതൽ തന്നെ മനുഷ്യർ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. ആ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവൻ പലവിധ ജീവിത സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുകയും നല്ല രൂപത്തിൽ അവൻ്റെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി പല പ്രവർത്തനങ്ങളും നടത്തി അവർ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിറകെ വരുന്ന ആളുകൾക്ക് അതിൻ്റെ ബാക്കി കണ്ടുപിടിച്ചുകൊണ്ടും അങ്ങനെ ചുരുക്കത്തിൽ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയും ഇന്ന് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് വളരെ അത്യാധുനികമായ പല സംവിധാനങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് മനുഷ്യൻ തന്നെ സംവിധാനിച്ച ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക സംവിധാനമാണ്. അതിലൂടെ മനുഷ്യർക്ക് ഒരുപാട് ഗുണങ്ങൾ, അതോടൊന്നിച്ച് ചില പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നത് എന്ത് സംവിധാനമാണെങ്കിലും എന്ത് ഉപകരണമാണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുക. അതാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിശ്വാസം. അതിലപ്പുറത്തേക്ക് ഏതെങ്കിലും കാരണങ്ങളെ ആസ്പദമാക്കിയിട്ട് അതാണ് എല്ലാം എന്ന് വിശ്വസിക്കുക, അത് മുഅ്മിനിൻ്റെ സ്വഭാവം അല്ല. അതങ്ങനെ തന്നെയാണ്. ഏത് കാരണങ്ങളിലൂടെ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലും മനുഷ്യൻ അല്ലെങ്കിൽ മുഅ്മിനായ ഒരു വ്യക്തി ആ കാര്യങ്ങളുടെ ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് അവൻ പറയുന്നത് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഒരു ചായ കുടിച്ചാൽ അതിന് പല കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നത്.
അത് കഴിഞ്ഞ ഉടനെ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിനാണ് സർവസ്തുതിയും, എല്ലാം മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്, എനിക്ക് ഈ സഹായം ലഭിച്ചത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ആ വിശ്വാസത്തെ ഒന്ന് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുകയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ. ചില ആളുകളുടെ സഹായം സാധാരണഗതിയിലുള്ള സഹായം, അസാധാരണക്കാരായ ആളുകൾ അസാധാരണ രൂപത്തിലുള്ള സഹായം, ചില ഉപകരണങ്ങളിലൂടെയുള്ള സഹായം, എന്തു തന്നെയാണെങ്കിലും അതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒരു മുഅ്മിനിൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ നമുക്ക് എല്ലാ അറിവുകളും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതാണ്. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. ഈ ലോകത്തേക്ക് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ അവനെല്ലാം പഠിച്ചുകൊണ്ടല്ല ഇവിടത്തേക്ക് വരുന്നത്. അള്ളാഹു നൽകിയ കേൾവിശക്തിയും കാഴ്ചശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വെച്ചുകൊണ്ട് അവൻ കണ്ടെത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് അവൻ പിന്നെ ഇങ്ങനെ ഉന്നതിയിലേക്കും വലിയ പുരോഗതിയിലേക്കും എത്തിച്ചേർന്നതാണ്. അതിന് നമ്മൾ നന്ദി കാണിക്കണം. അത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ എന്ത് കണ്ടുപിടുത്തങ്ങളുണ്ടായാലും എന്ത് ഉപകരണങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ വിശ്വാസം അതൊക്കെയും എനിക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അത് അള്ളാഹുവാണ്. ഏത് വസ്തുക്കളെയും നമ്മുടെ ഇഷ്ടാനുസരണം പ്രവർത്തിപ്പിക്കാൻ ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് അള്ളാഹു അങ്ങനെ സംവിധാനിച്ചതുകൊണ്ട് മാത്രമാണ്. ആ വിശ്വാസം, അതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന് എതിരായിക്കൊണ്ട് ഒന്നും നമ്മൾ നടത്താൻ പാടില്ല. ഏത് കാരണങ്ങളായാലും ആ കാരണത്തിൽ നിർത്താതെ എല്ലാത്തിൻ്റെയും മുകളിൽ ഏറ്റവും വലിയ മുസബ്ബിബുൽ അസ്ബാബ്, പരമമായ കാരണം അത്, അല്ലെങ്കിൽ പരമമായി നമുക്ക് സഹായം നൽകുന്നവൻ അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം അത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ മിൻ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും അള്ളാഹുവാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. അള്ളാഹു വേണ്ട എന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും വർക്കൗട്ടാവില്ല, അത് ഉറപ്പാണ്. എല്ലാത്തിൻ്റെയും മുകളിലുള്ള ശക്തി അള്ളാഹുവാണ്. ദീർഘിപ്പിക്കുകയല്ല. അത് വഹുവല്ലദീ ജഅലക്കും ഖലാഇഫൽ അർദ് വറഫഅ ബഅദക്കും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. അള്ളാഹു പലവിധ സംവിധാനങ്ങളും പലവിധ സൗകര്യങ്ങളും നമുക്ക് നൽകും. അങ്ങനെ നൽകുമ്പോഴൊക്കെയും നമ്മുടെ വിശ്വാസത്തിന് ഒരു പിഴവും ഒരു പ്രശ്നവും സംഭവിക്കാൻ പാടില്ല. നമ്മളതുകൊണ്ട് നന്മകളും ഹസനാത്തുകളും ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളെയും നാം വിനിയോഗിക്കണം. ആ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതൊക്കെയും നൽകുന്നതും നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങൾ കൊണ്ടും, പ്രത്യേകിച്ച് ഇന്നത്തെ അദ്ദക്കാഉൽ ഇസ്തിനാഇ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ ഒരു സൗകര്യം നമുക്ക് വളരെ നല്ല കാര്യമാണ്. പല വിഷയങ്ങൾക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കണ്ടെത്താനും പ്രവർത്തിക്കാനും അതുപയോഗിച്ച് നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെയും നന്മകൾ, ആ അള്ളാഹു നൽകിയ ആ അനുഗ്രഹം, അത് നന്മക്ക് വേണ്ടിയും നമ്മുടെ ധാർമ്മികതയ്ക്ക് വേണ്ടിയും
നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. പ്രത്യേകിച്ച് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത്. വിദ്യ അഭ്യസിക്കാൻ, ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ ഈ ഒരു സംവിധാനം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ഓരോ സെർച്ച് ചെയ്യുന്ന സമയത്തും അതിൽ കിട്ടുന്ന മറുപടി പെട്ടെന്ന് തന്നെ അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുകയല്ല. അതിൻ്റെ സ്രോതസ്സിൽ നോക്കി അത് യാഥാർത്ഥ്യമാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കിട്ടിയതൊക്കെ അതന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. വഖുർ റബ്ബി സിദ്നി ഇൽമ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ ഇഹ്രിസ് അലാ മാ യൻഫഉക്, ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിനെയൊക്കെയും വിനിയോഗിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്നവരായി അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കാക്കപ്പെടുകയുള്ളൂ. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. നമ്മൾ ഈ സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെ മറ്റൊരാവശ്യത്തിന് വേണ്ടി, വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത്. നമ്മൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഗവൺമെൻറ്, UAE ഗവൺമെൻറ് ഈ ഒരു സംവിധാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി അവർക്ക് വേണ്ടി, എന്നല്ല, ആര് നന്മ ചെയ്താലും, അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം, ആര് നന്മ ചെയ്താലും അവർക്ക് അതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് ആവുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കണം. ഇനി അത് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയെങ്കിലും വേണം നമ്മുടെ ഗവൺമെൻറ്റിനും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത്, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊ ഫഇൻ ലം തജിദു മാ തുകാഫിഊനഹു ഫദ്ഉ ലഹു ഹത്താ തറൂ അന്നകും ഖദ് കാഫഅതുമു. ഒരാളൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയെങ്കിലും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും ഒക്കെ അതിൻ്റെ ഹൈറായ വഴിയിൽ നടത്താനും അതിനൊക്കെയും നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.